തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ CPM-ന്റെ നേതൃയോഗം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. തോൽവിയിൽ സമഗ്രമായ വിലയിരുത്തലുണ്ടാകും. ഒപ്പം എന്തൊക്കെ തെറ്റുകൾ തിരുത്തുന്ന നടപടികൾ ഉണ്ടാകുമെന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ശാലിനി ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ശാലിനി, ഏതാണ്ട് 7ഓളം ചോദ്യങ്ങൾ CPM അവരുടെ താഴെ തട്ടിലേക്ക്, ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള തലങ്ങളിലേക്ക് അയച്ചു നൽകിയിരിക്കുകയാണ്. ആ ചോദ്യങ്ങളെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ രീതിയിലുള്ള പരാജയമുണ്ടായി, ജനങ്ങളുമായി സമ്പർക്കം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളൊക്കെയാണ് ചോദ്യാവലിയായി അയച്ചു നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മറുപടി ഈ CPM-ന്റെ താഴെത്തട്ടിൽ നിന്നും ലഭിച്ചോ? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്രമായ വിലയിരുത്തലാണോ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്? ഗൗതം, തീർച്ചയായും അതായത് അടിമുടി വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ടകളൊക്കെ തകർന്നൊരു സാഹചര്യം അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്ഷീണം എങ്ങനെ മറികടക്കാം? ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് CPM കടന്നൊരു സാഹചര്യം, LDF കടന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ എന്തായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വീഴ്ചയുടെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ LDF ഒരുങ്ങുന്നത്, CPM ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPM-ന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകുന്നത്. വിവിധ ജില്ലകളിൽ ഇന്നു മുതൽ യോഗങ്ങൾ ആരംഭിക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ അടക്കം കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഭരണത്തിന്റെ വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, നേതാക്കന്മാരുടെ ധാർഷ്ട്യം, വിഭാഗീയത, ഇതൊക്കെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പരിഹരിച്ചില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള വിലയിരുത്തൽ CPM കേന്ദ്രങ്ങൾക്കുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഗൗതം സൂചിപ്പിച്ചതുപോലെ 7 ചോദ്യങ്ങൾ താഴെ തട്ടിലേക്ക് നൽകിയിട്ടുള്ളത്. 7 ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരങ്ങൾ ഈ നേതൃയോഗങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ജില്ലാ നേതൃത്വങ്ങളെ. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരങ്ങൾ പരിശോധിച്ചായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും തെറ്റ് തിരുത്തൽ നടപടി എന്തായി ഉണ്ടാകുന്നത്, ഇനി എന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് CPM. അത് പല ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയിലിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട്. താഴെ തട്ടിലിറങ്ങി പ്രവർത്തിച്ചില്ല. ഒപ്പം തന്നെ പലരുടെയും ധാർഷ്ട്യം, പല ജില്ലകളിലും വിഭാഗീയത, പല ടീമുകൾ തിരിഞ്ഞ് ചേരികൾ തിരിഞ്ഞുള്ള CPM നേതാക്കളുടെ പോര്, എല്ലാവരും പാർട്ടിയായി മാറുന്ന അല്ലെങ്കിൽ ഞാനാണ് പാർട്ടി എന്നുള്ള അഹംഭാവം, അതൊക്കെ വലിയ രീതിയിൽ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം, വിലയിരുത്തൽ അത് CPM കേന്ദ്രങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള ചർച്ചകളായിരിക്കും ഇനി നേതൃയോഗങ്ങൾ നടത്തുക. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കൂടി വിശദമായി ചർച്ച ചെയ്യാൻ കൂടിയാണ് ഈ നേതൃയോഗങ്ങൾക്ക് തുടക്കമാകുന്നത്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടിയാണ് വീഴ്ചയും തോൽവിയും CPM കാണുന്നത്. അതേസമയം തന്നെ അത് ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കാനാകുമെന്നുള്ളതാണ് CPM വിലയിരുത്തൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നാലും വീഴ്ചയിൽ നിന്ന് കരകയറാൻ സമയമെടുക്കുമെന്നുള്ളതിൽ സംശയമില്ല. ആ വീഴ്ച എവിടെ ഉണ്ടായി, എന്തായിരിക്കും ഇനി അതിന്റെ പരിഹാര മാർഗങ്ങൾ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഇത്തരത്തിലുള്ള പരിഹാര നടപടികൾ അത് CPM കേന്ദ്രങ്ങളിൽ നിന്നുള്ളത് ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം നോക്കുന്നത്. കാരണം പല ജില്ലയിലെ ചുമതലയുള്ള ആളുകളുടെയും പ്രവർത്തനങ്ങൾ, അവരുടെ ജില്ലാ ചുമതലയുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ തിരിച്ചടിയായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം നടത്തിയതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലടക്കം ജില്ലാ സെക്രട്ടറി V. ജോയ് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, മുൻ DGP കൂടിയായിരുന്ന ശ്രീലേഖ അടക്കമുള്ളവരെ വിമർശിച്ച വിമർശനങ്ങൾ, അതൊക്കെ തിരിച്ചടിയായിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് തന്നെ 3 ചേരി CPM-ന് ഉണ്ട് എന്നുള്ള സ്ഥിരീകരണവും വിലയിരുത്തലും പാർട്ടി നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വിഭാഗീയതകളും ചേരിതിരിഞ്ഞുള്ള പോരും നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി പോകാൻ എന്ത് നടപടിയായിരിക്കും ഇനി CPM സ്വീകരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ജില്ലാ സെക്രട്ടറിമാർക്ക് സ്ഥാനമാറ്റം ഉണ്ടാവുമോ, കസേര തെറിക്കുമോ, പുതിയ ആളുകൾ ആ സ്ഥാനത്തേക്ക് എത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും CPM-നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു അടിയാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകിയതെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ CPM-ന് ഏറ്റവും നെഞ്ചെടുപ്പുണ്ടാക്കുന്ന ഘടകം അവരുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ BJP വളരുന്നു എന്നുള്ളതാണ്. കാരണം CPM ഉള്ളിടത്ത് BJP വളരില്ല എന്ന തള്ളൊന്നും ഇനിയിപ്പം പ്രസംഗിച്ച് നടക്കാൻ സാധിക്കത്തില്ല. കാരണം CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് BJP ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കേരളത്തിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ വളരെ വലിയൊരു വിശകലന യോഗം തന്നെയാകും ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന CPM നേതൃയോഗത്തിൽ ഉണ്ടാകുക എന്നാണ് ശാലിനി റിപ്പോർട്ട് ചെയ്യുന്നത്.